തിരുവഞ്ചൂർ ഞാൻ എന്നെക്കുറിച്ച് ഒരു പരാമർശം പറഞ്ഞത് കൊണ്ട് ഞാൻ അതൊന്ന് ഓർമ്മിപ്പിക്കാം. ഞാൻ പോലീസിനെ വെച്ച് അതിക്രമം കാണിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതെന്നെക്കുറിച്ച് അറിയാവുന്ന ആളുകളുടെ തിരക്കിലറിയാം. CPM-ന്റെ സമുന്നത നേതാക്കന്മാരുടെ മക്കളെ കള്ളക്കേസിൽ കൊടുക്കാനായിട്ട് ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ നിരക്കി നിർത്തിയ സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ വഴിവിട്ട വഴിയിലേക്ക് പോകുന്ന ഒരാളേയല്ല. അതെന്നെക്കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഒരു സെക്കൻഡ് ഞാൻ അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു കോളേജിൽ ഒരു സ്പോർട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി. അത് കുട്ടികളിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന എക്സസ് ആക്ഷനെ ന്യായീകരിക്കുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ എക്സസ് ആക്ഷനെ നിങ്ങൾ ന്യായീകരിക്കരുത് എന്നുള്ളതാണ് എന്റെ പക്ഷം. കാരണം പുതിയ തലമുറയല്ലേ, പുതിയ ചെറുപ്പക്കാരല്ലേ, അവന് സ്വതന്ത്രമായി മുന്നോട്ട് വരട്ടെ. ആശയപരമായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ അത് സംഘർഷത്തിലൂടെയും കയ്യേറ്റത്തിലൂടെയും പരിഹരിക്കാൻ സാധ്യമല്ല. അതിപ്പോൾ വസീഫിന് മനസ്സിലാകണമെന്നില്ല. ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ സ്വാഭാവികമായും ഞാൻ ഈ പറഞ്ഞത് ശരിയാണ് എന്ന് പിന്നീട് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ എടുത്ത ഊരിയ വാൾ ഉറയിലിടണം. ഈ കല്ലുമായി നടക്കരുത്. അതിനേക്കാൾ അപ്പുറത്ത് ഉന്നതമായ രാഷ്ട്രീയ ലക്ഷ്യം നിങ്ങൾക്കൊണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്. ശ്രീ തിരുവഞ്ചൂർ തുടർന്നോളൂ, കേൾക്കാം. ശ്രീ തിരുവഞ്ചൂർ കേൾക്കാമോ? എന്തായാലും മറ്റ് ചില ഗുരുതരമായ കാര്യങ്ങൾ കൂടി വസീഫ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിന് മറുപടി നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ശ്രീ തിരുവഞ്ചൂർ കേൾക്കാമോ? ഇല്ല, അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. എന്തായാലും വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നുണ്ട്. പോലീസിന് നേരെ പ്രകോപനം സൃഷ്ടിച്ച് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണ് ഈ സംഭവം എന്നതാണ് നേരത്തെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ചൂണ്ടിക്കാട്ടിയത്. അതേസമയം സ്വർണ്ണക്കള്ളം, അയ്യപ്പന്റെ സ്വർണം കട്ട വാർത്തകൾ മുക്കാനാണ് ഇത്തരമൊരു സംഭവം സൃഷ്ടിക്കുന്നതെങ്കിൽ അത് സാധ്യമാകില്ല എന്നതായിരുന്നു ഷാഫി പറമ്പിൽ ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് പറഞ്ഞത്. എന്തായാലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് പേരാമ്പ്രയിൽ നടന്നിരിക്കുന്നത്. MP-ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. MP ഷാഫി പറമ്പിലിന്റെ മൂക്കിൽ നിന്ന് ചോര വാർന്നു വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് UDF പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. DCC പ്രസിഡന്റിനും KM അഭിജിത്തിനും ഒക്കെ പരിക്കേറ്റു എന്ന വിവരങ്ങളുണ്ട്. പക്ഷേ അവരുടെ പരിക്ക് ഗുരുതരമല്ല. ഇപ്പോൾ MS അനീഷ് കുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനീഷ്, ആശുപത്രിയിലേക്ക് ഷാഫി പോയതിനു ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിസാര പരിക്കുകളാണോ ഉണ്ടായിട്ടുള്ളത്? മറ്റ് ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്? കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണോ? ഒറ്റക്കെട്ടാണോ ഈ കാര്യത്തിൽ UDF നേതൃത്വം? രേണുക, ഷാഫി പറമ്പിൽ അല്പസമയം മുമ്പ് അകത്തേക്ക് പോയിരുന്നു. അദ്ദേഹത്തെ ഡോക്ടർമാർ പരിശോധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും ചോര കിനിയുന്നുണ്ടായിരുന്നു. ശരീരത്തുമൊക്കെ ഈ ലാത്തി കൊണ്ടതിന്റെ ചില പാടുകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും അക്കാര്യത്തിൽ വിശദമായ പരിശോധനകൾ വേണം. അദ്ദേഹം പേരാമ്പ്രയിൽ നിന്നും സഞ്ചരിച്ച് ഇവിടേക്ക് എത്തുകയായിരുന്നു. മറ്റു ചില KSU പ്രവർത്തകർക്ക് കൂടി പരിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പ്രവർത്തകനെ നേരത്തെ ആംബുലൻസിൽ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ചില ആളുകൾ പേരാമ്പ്ര ആശുപത്രിയിലും ഒപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിവൈഎസ്പി, പേരാമ്പ്ര ഡിവൈഎസ്പി ഉൾപ്പെടെ 10 പോലീസുകാർക്കും ഈ സംഘർഷത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. എന്തായാലും വലിയ സംഘർഷമായിരുന്നു കുറച്ച് നേരത്തേക്ക് ഈ പേരാമ്പ്ര ഭാഗത്ത്, പേരാമ്പ്ര ടൗണിൽ നടന്നതെന്ന് നമുക്ക് പറയാം. ഇന്ന് രാവിലെ മുതൽ ഏതാണ്ട് സംഘർഷത്തിന്റെ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ്. അതിൽ ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷം KSU അവിടുത്തെ ഒരു ചെയർമാൻ സ്ഥാനം പിടിച്ചെടുത്തു. ഇതേ തുടർന്ന് KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി ഇന്ന് പേരാമ്പ്രയിൽ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഈ ഹർത്താൽ ആഹ്വാനം ചെയ്ത ആളുകൾ ഈ കടകളും മറ്റുമൊക്കെ അടപ്പിച്ചു വരുന്നതിനിടെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് നേരെ കയ്യേറ്റ ശ്രമം നടത്തി എന്നാണ് പറയുന്നത്. ഇതേ തുടർന്നാണ് LDF പ്രവർത്തകർ പേരാമ്പ്രയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇങ്ങനെ LDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഒരു വശത്ത് നിലയുറപ്പിക്കുകയും മറുവശത്തേക്ക് UDF പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തുകയും ചെയ്തു. ഈ ഇരു പ്രവർത്തകരും രണ്ടു വശത്തായി സംഘടിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് ഈ മാർച്ചിനെ, പ്രതിഷേധത്തെ, KSU പ്രവർത്തകരും UDF പ്രവർത്തകരും വന്ന പ്രതിഷേധത്തെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ തങ്ങൾ ഇപ്പോൾ പിരിഞ്ഞു പോകില്ല എന്നാണ്
UDF പ്രവർത്തകർ പറഞ്ഞത്. ഷാഫി പറമ്പിൽ MP ആണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം എത്തിയതിനു ശേഷം മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് അറിയിച്ചിരുന്നു. തുടർന്ന് പിന്നീട് ഷാഫി പറമ്പിൽ MP സ്ഥലത്തേക്ക് എത്തി. ഇതിനുശേഷവും വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിൽ പരസ്പരം കയ്യേറ്റമുണ്ടായി. മറുവശത്തേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോൾ പോലീസ് അവരെ തടഞ്ഞു. ഇതിനുശേഷം പോലീസിന് നേരെ കല്ലേറുണ്ടാവുകയായിരുന്നു. തുടർന്ന് പോലീസ് ലാത്തി വീശി, ലാത്തി ചാർജിനൊപ്പം ഗ്രനേഡ് പ്രയോഗിച്ചുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. 7 വട്ടമെങ്ങാണ്ട് പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു എന്നാണ് പ്രവർത്തകർ പറയുന്നത്. അനീഷ്, ഇങ്ങനെ ഒരു MPക്ക് ഒരു പ്രതിഷേധത്തിനിടെ ഇങ്ങനെ പോലീസ് ലാത്തി ചാർജിൽ പരിക്കേൽക്കുന്ന സംഭവം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ എന്തായാലും കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി തന്നെ ഈ പ്രതിഷേധ പ്രകടനങ്ങളിലേക്കൊക്കെ നീങ്ങുമോ UDF നേതൃത്വം? എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആശുപത്രിക്ക് മുന്നിൽ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരെയൊക്കെ കാണാം. യുവജന നേതാക്കളൊക്കെ അവിടേക്ക് എത്തുന്നു, യുവജന സംഘടനകളുടെ നേതാക്കളൊക്കെ അവിടേക്ക് എത്തുന്നത് നമുക്ക് കാണാം. അപ്പോൾ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയാണോ ഉള്ളത്? ആശുപത്രിയിലേക്ക് ഇപ്പോൾ തന്നെ ഈ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ എത്തുന്നുണ്ട്. അറിയിച്ചത് ഇന്ന് രാത്രി തന്നെ കോഴിക്കോട് നഗരത്തിലടക്കം പേരാമ്പ്രയിലുമൊക്കെ ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. രാവിലെ 9 മണിക്ക് IG ഓഫീസിലേക്ക്, കോഴിക്കോട്ട് നടക്കാവിലുള്ള IG ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് UDF അറിയിച്ചിട്ടുണ്ട്. വലിയ ഒരു പ്രതിഷേധ മാർച്ചാവും. ഒരുപാട് പ്രവർത്തകരുണ്ടാവുന്ന വളരെ ശക്തമായ ഒരു മാർച്ചാവും.